ഇവിടെ എത്ര ഇനം റംബൂട്ടാൻ പ്ലാന്റുകൾ? 4 തരം റംബൂട്ടാൻ പ്ലാന്റ്. നമുക്ക് റോങ്റിയാൻ ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, E35 ഉണ്ട്, ഓൾറെഡി മറ്റേ N18 മെയിൻ ആയിട്ടുണ്ട്, പിന്നെ കുറച്ച് കിങ്ങും ഉണ്ട്. കിങ് ഇവിടെ ഉണ്ടല്ലേ? കിങ് ഉണ്ട്. അതിലേക്ക് മുകളിലേക്ക് നമുക്ക് സൈറ്റ് കിട്ടും. അത് N18 നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് കണ്ടിട്ട് സത്യത്തിൽ എനിക്കിത് പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ റോങ്റിയാനെന്ന് വിചാരിച്ച് വെച്ചതാണ്. സത്യത്തിൽ ഇത് സ്കൂൾ ബോയിയാ. രണ്ടും കണ്ടാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വലുതായി വരുന്ന സമയത്ത് ഈ റോങ്റിയാൻ പഴത്തിൻ്റെ ഒരു 1/4 പോലും ഉണ്ടാവുമല്ലോ സ്കൂൾ ബോയ്. ആ കഴമ്പിനും വലിപ്പം കുറവായിരിക്കും, കുരു കട്ടി കൂടുതലായിരിക്കും. റോങ്റിയാൻ കുറച്ചുകൂടി നല്ല പ്ലാന്റാണ്. ഇവിടെ ഉണ്ട്, റോങ്റിയാൻ ഉണ്ട്, കാണിച്ചു തരാം. പക്ഷേ ഇത് അബദ്ധത്തിൽ പറഞ്ഞാൽ ഇത് സ്കൂൾ ബോയെ കണ്ടോ, അതിൻ്റെ മുകളിൽ കണ്ടോ കുരുന്ന് ഇഷ്ടം പോലെ കായുണ്ടാവും, ഇഷ്ടം പോലെ കായുണ്ടാവും. കൊഴിച്ചിലും കുറവാട്ടോ. പറയുമ്പോൾ 2 കാര്യങ്ങൾ പറയാം. സ്കൂൾ ബോയ്ക്ക് കൊഴിച്ചിൽ കുറവാണ്, കുറേ കായുണ്ടാവും, കൊഴിയിൽ കുറവാണ്, ഈ കഴമ്പ് കട്ടി ഇച്ചിരി കുറവാണ്. റോങ്റിയാൻ്റെ അത്ര ആ ഒരു ഗുണം അതിനില്ല ശരിക്കും. റോങ്റിയാന് 2 കളറാണ് അല്ലേ? ഒരു പച്ചയും ചുവപ്പും കൂടിയുള്ള ഒരു കളറാണ്. നല്ല ഷേപ്പ്, റൗണ്ട് ഷേപ്പാണ്. നല്ല പ്ലാന്റാണ് ശരിക്കും. N18 നല്ല പ്ലാന്റാണ്. പക്ഷേ N18 ഗുണം N18 300-400 കിലോ വലിയ മരത്തിലുണ്ടാകുമ്പോൾ റോങ്റിയ ഒരിക്കൽ കൂടുതൽ 100 കിലോ കൂടുതൽ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. ഈ കാണുന്നത് N18. ഇതൊക്കെ N18 ആണ് സാധനം. ഇതൊക്കെ എത്ര വേണമെങ്കിലും ഉണ്ടാവും. പക്ഷേ അതിൽ കൊഴിച്ചിലൊക്കെ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഈ N18 നമ്മൾ ഹാഷ് പ്രൂൺ ചെയ്ത്, അതായത് ഈ ലൈൻ്റെ പുറത്ത് വരുന്ന സമയത്ത് അടക്കി വെട്ടിക്കൊണ്ടിരിക്കണമല്ല. ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 300 കിലോ പറിച്ച ഒരു പ്ലാന്റാണത്. ഇപ്പോൾ ഏകദേശം ഉണ്ടാവട്ടെ, അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവും. അതിൽ 300 കിലോ പറിച്ചൊരു പ്ലാന്റാണ് ശരിക്കും. പിന്നെ അവിടെ ഉണ്ട് കേട്ടോ, 300 കിലോ കിട്ടുന്ന പ്ലാന്റുകളൊക്കെ അവിടെ ഉണ്ട്. അതാ തോട്ടുംപള്ളിയിലൊക്കെ ഉണ്ട്. അതിലേക്ക് വിട്ടേ ഇവിടെ അടുത്ത് നിൽക്കും. വേണ്ട, അതൊരു കാഴ്ച തന്നെയാണല്ലേ. അത് ഉണ്ടോ, ഏകദേശം 300 കിലോ ഒരു വർഷം പറിക്കുന്ന പ്ലാന്റാണത്. 300 കിലോ കൃത്യമായിട്ട് പറിക്കുന്നത്. അത് തോട്ടുംപള്ളത്തിൽ നിൽക്കണതാണ്. കുറച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം എക്കൽ മണ്ണ് നന്നായിട്ടുണ്ട് അതിന്. ശരി, അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ വല വിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അടുത്ത വർഷം ചിലപ്പോൾ ഹാഷ് പ്രൂൺ ചെയ്യേണ്ടി വരും. കാരണം ചിലർ അത് വല വിരിച്ചോളും. 300 കിലോ എന്ന് പറഞ്ഞാൽ മോശമല്ല. അതുകൊണ്ട് വെട്ടാനായിട്ട് നമുക്കൊരു സങ്കടം വരും. എല്ലാ കച്ചവടക്കാരും അങ്ങനെ ചെയ്യില്ല അല്ലേ? ചിലർ ചെയ്യും. ചിലർ നമുക്ക് 2 വർഷം മുമ്പ് നന്നായിട്ട് വല വിരിക്കുന്നവർ വന്നു. പക്ഷെ ഈ കഴിഞ്ഞ വർഷം ഈ കൊഴിച്ചിൽ വന്നത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ട് ആളുകൾ മിസ്സായി. എല്ലാവർക്കും ഓരോ കാര്യങ്ങളുണ്ടല്ലോ, കാര്യങ്ങൾ ശരി.